ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീറ്റ് 2025 8ന്റെ പണി കിട്ടും, ഷുവർ ആണ്. ഈ ഒരു സെയിം കാര്യം നീറ്റ് എക്സാമിന് ചോദിക്കും ചെയ്യും, നിങ്ങൾ തെറ്റിക്കും ചെയ്യും. NCERT ഒരുപാട് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. എല്ലാ അപ്ഡേറ്റും ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ ഡിസ്കസ് ചെയ്യും. ഇതിന്റെ PDF നേരെ ടെലഗ്രാമിൽ പോവാ എടുക്കുക. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക, അതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടും. ഓക്കെ, അപ്പോ ഈ ഒരു കാര്യം ഒരിക്കലും നിങ്ങൾ തെറ്റിക്കരുത്. ഇത് നിങ്ങൾ എന്താ പറയാ, ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം NCERT നിങ്ങൾ എന്ത് ചെയ്യും, ഇത് NCERT വാങ്ങേണ്ട ആവശ്യം അതിൽ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്. ഒരുപാട് എഫേർട്ട് എടുക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, MBBS വ്ലോഗ്സ് ആയാലും ഈ കണ്ടന്റ്സ് ആയാലും. ഓക്കെ, അപ്പോൾ NCERT ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ചേഞ്ചസ് ഇൻ ദ NCERT ആണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതിന്റെ PDF എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ടെലഗ്രാം ചാനലും വാട്സ്ആപ്പ് ചാനലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ കമന്റ് ബോക്സ് എടുക്കുക, ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ടെലഗ്രാമിലോട്ട് കയറുക, PDF എടുക്കുക. ഓക്കെ, ഇത് അല്ലെങ്കിൽ ടെലഗ്രാമിൽ ഇത് സെർച്ച് ചെയ്താലും മതി, അല്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ നിങ്ങൾക്ക് ചാനൽ സെർച്ച് ചെയ്യാൻ പറ്റില്ല, അവിടെ ഇത് സെർച്ച് ചെയ്താലും മതി. ഫസ്റ്റ് പറയാനുള്ളത് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിൽ നിന്നാണ്. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിൽ ഏറ്റവും വലിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതില് നമ്മൾ ഷ്വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് സുവോളജിസ്റ്റ് ആണ് എന്നുള്ളതാണ് NCERT തന്നിട്ടുള്ളത്. പക്ഷെ അത് നേരെ ചേഞ്ച് ആക്കിയിട്ട് ജർമ്മൻ സുവോളജിസ്റ്റ് ആക്കിയിട്ടാണ് നിങ്ങൾ ഇനി പഠിക്കേണ്ടത്. ഓക്കെ, അതാണ് ഏറ്റവും ഫസ്റ്റത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ്. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 4H+ passes through F0 from intermembrane space to the matrix down the electrochemical proton gradient. പക്ഷെ ഇവിടെ തന്നിട്ടുള്ളത് 2H+ ആ, അത് തെറ്റാണ്. അപ്പൊ 2H+ എന്താക്കണം, പുതിയ NCERT പ്രകാരം 4H+ ആയി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, രണ്ടാമത്തെ കാര്യം സെറ്റാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററത്തെയാണ്. അതായത് അഡ്രീനൽ ഗ്ലാൻഡിനെ കുറിച്ചിട്ടാണ്. അപ്പൊ അഡ്രീനൽ ഗ്ലാൻഡിനെ കുറിച്ചിട്ട് അവർ ഒരു കാര്യം പറയുന്നുണ്ട്. അവർ ബോഡി ഹാസ് 1 pair of adrenal glands. ഓക്കെ, 2 അഡ്രീനൽ ഗ്ലാൻഡുകൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. 1 at anterior part of each kidney. ഓക്കെ, കിഡ്നിന്റെ ആന്റീരിയർ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടില്, നമ്മളെ ആന്റീരിയർ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളെ ആന്റീരിയർ. അപ്പൊ കിഡ്നിന്റെ ഫ്രണ്ടിലാണ്, തെറ്റാണത്. അഡ്രീനൽ ഒരിക്കലും കിഡ്നിന്റെ ഫ്രണ്ടിനല്ല, കിഡ്നിന്റെ മേലെയാണ്, അതായത് എബോ അല്ലെങ്കിൽ സുപ്പീരിയർ. അപ്പൊ അത് മാക്കിയിട്ട് എബോ അല്ലെങ്കിൽ സുപ്പീരിയർ എന്ന് തന്നിട്ട് നമുക്ക് പിക്ചർ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇത് മേലല്ലേ ഉണ്ടാകുന്നത്, മേലെ കിഡ്നിന്റെ നേരെ മേലെ, അപ്പൊ എബോ അല്ലെങ്കിൽ സുപ്പീരിയർ. അപ്പൊ അത് ആ രീതിയിൽ നിങ്ങൾ പഠിക്കാം. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിയാണ്. ഓക്കെ, അതില് എന്താ വെച്ച് കഴിഞ്ഞാല് the single U-shaped bone called hyoid is present at the base of the buccal cavity and it is included in the skull അല്ല, not part of the skull ആക്കിയിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പൊ ഈ ഒരു എക്സാമിന്, നീറ്റ് എക്സാമിന് അത് ചോദിച്ചു കഴിഞ്ഞാൽ it is not a part of skull. ഓക്കെ, അപ്ഡേറ്റ് ആക്കിയിട്ട് പഠിക്കണം. അടുത്തത് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിൽ നിന്നാണ് ഏറ്റവും ലാസ്റ്റ് അപ്ഡേറ്റ് ആണ്. വീഡിയോ തീർന്നു, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിൽ പറയാനുള്ളത്, ഇതിൽ ഒരു സെന്റൻസ് ഉണ്ട്. ഇൻ ബോത്ത് പ്രോകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക് സെൽസ് എ സെമി ഫ്ലൂയിഡ് മാട്രിക്സ് കാൾഡ് സൈറ്റോപ്ലാസം ഒക്യുപ്പൈസ് ദ വോളിയം ഓഫ് ദി സെൽ. ഒരു സെല്ലിന്റെ ആ വോളിയത്തിൽ സെമി ഫ്ലൂയിഡ് മാട്രിക്സ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് സൈറ്റോപ്ലാസം എന്നുള്ളത്. ഓക്കെ, പക്ഷെ ഇവിടെ വേറെ സെന്റൻസിൽ the fluid matrix filling the cell is called cytoplasm. പക്ഷെ എന്താണ് നിങ്ങൾ അപ്ഡേറ്റഡ് NCERT പ്രകാരം the fluid matrix എന്നുള്ളത് സെമി ഫ്ലൂയിഡ് മാട്രിക്സ് ആക്കിയിട്ട് പഠിക്കണം. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് പുതിയ NCERT പ്രകാരം അവർ അപ്ഡേറ്റ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഇമ്പോർട്ടന്റ് വീഡിയോ, ഷോർട്ട് വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. മലയാളത്തിൽ ആരും തന്നെ ചെയ്യാത്തൊരു വീഡിയോ ആണ്. അപ്പൊ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ടെലഗ്രാം ചാനലും വാട്സ്ആപ്പ് ചാനലും കയറുക. പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വരാം. സോ ഉഷാറായിട്ട് പഠിക്കുക. നീറ്റ് 2025 നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അടിപൊളിയായിട്ട് പഠിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതൊന്നും മറക്കരുത്. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്.